നവകേരളം, നന്മയുള്ള കേരളം, വികസന വസന്തത്തിന്റെ 10 വർഷങ്ങൾ. ക്ഷേമ പെൻഷനുകൾ കരുതലായ കാലം. LDF സർക്കാരിന്റെ 10 വർഷക്കാലം സാധാരണക്കാർക്ക് ക്ഷേമത്തിന്റെ തണലൊരുക്കിയ സുവർണകാലം കൂടിയായിരുന്നു. വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ പാവപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ മനുഷ്യരെ ചേർത്തുപിടിച്ച സർക്കാരാണ് LDF സർക്കാർ. UDF സർക്കാർ 2016 അധികാരം ഒഴിയുമ്പോൾ 600 രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ. അത് വാങ്ങുന്നവരുടെ എണ്ണം 32 ലക്ഷമായിരുന്നു. 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയാക്കിയാണ് UDF അധികാരം ഒഴിഞ്ഞത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്ന് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത് നൽകുമെന്നും പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്നുമായിരുന്നു. ആ വാഗ്ദാനങ്ങൾ പാലിക്കാൻ അധികാരമേറ്റ് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ സർക്കാർ നടപടി സ്വീകരിച്ചു. ക്ഷേമ പെൻഷൻ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്തു. പെൻഷൻ തുക പടിപടിയായി വർദ്ധിപ്പിച്ചു. 600 എന്നത് 1200 പിന്നീടത് 1600 രൂപയായി. ഒടുവിൽ 10 വർഷത്തെ ഭരണം പൂർത്തിയാക്കി LDF സർക്കാർ അധികാരമൊഴിയുമ്പോൾ ക്ഷേമ പെൻഷൻ തുക 2000 രൂപയായി വർദ്ധിപ്പിച്ചു. 2016 പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം 32 ലക്ഷമായിരുന്നു. ഇപ്പോഴത് 62 ലക്ഷമായി വർദ്ധിച്ചു. അർഹരായ മുഴുവൻ ആളുകൾക്കും പെൻഷൻ നൽകാൻ സർക്കാർ സ്വീകരിച്ച നടപടികളുടെ ഭാഗമായാണ് ഈ വർധനവുണ്ടായത്. ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ തീർത്തും പ്രതിലോമകരമായ നിലപാടാണ് എക്കാലത്തും UDF സ്വീകരിച്ചത്. 1980 LDF സർക്കാർ ആദ്യമായി കർഷക തൊഴിലാളികൾക്ക് 45 രൂപ പെൻഷൻ ഏർപ്പെടുത്തിയാണ് ക്ഷേമ പെൻഷൻ എന്ന സങ്കല്പം അവതരിപ്പിച്ചത്. അന്ന് ആ പെൻഷൻ പദ്ധതിക്കെതിരായി വിമർശനമുയർത്തിയവരാണ് UDF. കർഷക തൊഴിലാളി പെൻഷൻ എന്നത് പിന്നീട് അധികാരത്തിൽ വന്ന LDF സർക്കാരുകൾ വിപുലീകരിക്കുകയും വിവിധ ദുർബല ജനവിഭാഗങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കുകയും ചെയ്തു. 45 രൂപയിൽ നിന്നും 2000 രൂപയായി പെൻഷൻ വർദ്ധിച്ചതെല്ലാം LDF സർക്കാരുകളുടെ കാലത്താണ്. UDF സർക്കാരുകളുടെ കാലത്ത് 1 രൂപയുടെ വർധനവ് പോലും ക്ഷേമ പെൻഷനുകളിൽ വരുത്തിയിട്ടില്ല എന്ന വസ്തുത മനസ്സിലാക്കുമ്പോൾ ഇക്കാര്യത്തിലെ UDF സമീപനം വ്യക്തമാകും. തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലി എന്നാണ് ക്ഷേമ പെൻഷനെ കോൺഗ്രസ് ആക്ഷേപിച്ചത്. സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് ക്ഷേമ പെൻഷനുകൾ നൽകുന്ന സംരക്ഷണം വളരെ വലുതാണ്. 2000 രൂപ വീതം 62 ലക്ഷം മനുഷ്യരുടെ കൈകളിൽ എത്തിക്കുന്ന മറ്റൊരു സംസ്ഥാനവും ഇന്ത്യയിലില്ല. ഇതിനു പുറമെയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ കൂടി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 35 മുതൽ 60 വയസ്സ് വരെയുള്ള നിലവിലേതെങ്കിലും സാമൂഹിക പെൻഷൻ ലഭിക്കാത്ത BPL വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ 31.34 ലക്ഷം സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കും. കേന്ദ്ര സർക്കാർ സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് കേരളം ഈ ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് എന്നതും ഓർക്കണം. കരുതലിന്റെ കരങ്ങൾ നീട്ടി സാധാരണക്കാരെ ചേർത്തു പിടിക്കുന്ന ഈ നന്മകൾ തുടരുക തന്നെ വേണം. LDF അല്ലാതെ മറ്റാർക്കാണ് ഈ നന്മകൾ സംരക്ഷിക്കാൻ കഴിയുക?